ഹലോ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാറിലിരുന്ന് വ്ളോഗിങ് തുടങ്ങി, റിവ്യൂ തുടങ്ങി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. സോ ഇറ്റ്സ് നോട്ട് എ കാർ വ്ളോഗ് റിവ്യൂ സംഭവമൊന്നുമല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കൂലിമാടുള്ള ഒരു ഹാപ്പൻ മൈൻഡ് കെയർ എന്ന് പറഞ്ഞാൽ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന എൻ്റെ സൈക്കോളജിസ്റ്റ് റൺ ചെയ്യുന്ന ഒരു ക്ലിനിക്കിൽ അവരുടെ ഒരു ഇവൻറ്റിന്, ടോക്ക് സീരീസ് എന്ന് പറഞ്ഞ ഇവൻറ്റിലെ ഫസ്റ്റ് ഇവൻറ്റിന് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ടു ടോക്ക് അബൌട്ട് ദ എക്സ്പീരിയൻസ് വിത്ത് ADHD. അപ്പം ADHD ഉള്ളവരുടെ എക്സ്പെർട്ടൈസ്ഡ് നോളജും അവരുടെ കാര്യങ്ങളൊക്കെ ദേ ഹാവ് ഓൾ ദ നോളജ് വിത്ത് ദാറ്റ്, ബട്ട് എക്സ്പീരിയൻസ് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പം ആ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് സെഷൻ. എല്ലാ കാര്യങ്ങളും ലൈക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ എക്സ്പീരിയൻസസ് എന്നുള്ളത് ഒരു മാസ്ക് ഇല്ലാതെ ഓപ്പൺ അപ്പ് ചെയ്യാനുള്ളൊരു അവസരമായിരുന്നു. സോ ആ ഇവൻറ്റിൻ്റെ ഒരു ഫുൾ വീഡിയോ എപ്പിസോഡ് ബൈ എപ്പിസോഡ് ആണ് നെക്സ്റ്റ് ഈ ഒരു നമ്മുടെ ചാനലിൽ ഇനി കാണിക്കാൻ പോകുന്നത്. ADHD കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസസ്, അതേപോലെ തന്നെ ADHD കുറിച്ചുള്ള അവയർനെസ് ഒക്കെ റൈസ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡു ഷെയർ, സബ്സ്ക്രൈബ്, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് യു ക്യാൻ വാച്ച് ദ സെഷൻ. മനസ്സിലാക്കുന്ന പലപ്പോഴും ആ ചിന്തന്റെ ലെവലിൽ, ഇമാജിനേഷന്റെ ലെവലിൽ, അല്ലെങ്കിൽ ഇത് പ്ലാൻ ചെയ്യുന്ന ലെവലിൽ വളരെ ഹൈ ആയിരിക്കും. അതേ ലെവലിൽ നമ്മുടെ മോട്ടോർ ആക്ടിവിറ്റീസ്, ബിഹേവിയറൽ സൈഡ് അത്ര ഉണ്ടാവില്ല. അപ്പോൾ അവിടെയാണ് ബാക്കിയുള്ള ആളുകൾ അത്ര വലിയ രീതിയിൽ ആത്മാർത്ഥത കാണിക്കണമായിട്ട് തോന്നില്ല. പക്ഷെ ഒരു കൺസിസ്റ്റന്റ് ആയിരിക്കും, ഒരു കുറേ കാലം ഇങ്ങനെ പോകും അതിൻ്റെ കൂടെ. പ്രത്യേകിച്ച് ഒരു എന്താ പറയാ, പ്രത്യേകിച്ച് അതിനൊരു കളറൊന്നും ഉണ്ടാവില്ല, വലിയൊരു കൊട്ടിഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ADHD ഏത് ഇതിൽ പുതിയൊരു കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഭയങ്കര ആവേശം കിട്ടും. നമ്മൾ ആവേശം എന്ന് പറയുന്ന കറക്റ്റ് ടേമാണ്. ഇത് ഡോപ്പാമിനായിട്ട് എങ്ങനെ ബന്ധമുള്ളതെന്ന് വെച്ചാൽ നമുക്കറിയാലോ, നമ്മുടെ ഒരു ബ്രെയിനിന്റെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, അത് ഡെയിലി ലൈഫിന് വളരെ അനിവാര്യമാണ്. നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരുടെയും ഡോപ്പാമിൻ ഹൈ ആവും. അതാണ് ആ സമയത്ത് സന്തോഷം കിട്ടും. ഈ ഫ്രണ്ട്സിന്റെ കൂടെ അല്ല, വേറെ ഏതൊരു ആക്ടിവിറ്റീസിലും ഡോപ്പാമിൻ നമുക്ക് മിനിമം ലെവലിൽ ത്രഷോൾഡിൽ വേണം. ഞാൻ പറയട്ടെ, ന്യൂറോ ടിപ്പിക്കൽസിന് ഡോപ്പാമിൻ ആവറേജ് ആണ്, പക്ഷേ ADHD ഡോപ്പാമിൻ ലെവൽ ത്രഷോൾഡിന് താഴെയാണ്. അതുകൊണ്ട് തന്നെ വലിയ സംഗതികൾ ഉണ്ടെങ്കിൽ മാത്രമേ കിക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് കിട്ടുള്ളൂ. ചെറിയ സാധാരണ കാര്യങ്ങൾ, സിമ്പിൾ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ബോറടിക്കുന്നത്. ചെറിയ കാര്യങ്ങൾക്കൊന്നും വലിയ രസം ഉണ്ടാവില്ല. അപ്പോൾ ഗ്രാൻഡ് പ്ലാൻസ് ആലോചിക്കും, എന്നിട്ട് ഗ്രാൻഡ് പ്ലാൻസ് ആലോചിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേന് ഡോപ്പാമിൻ ഡൗൺ ആവും. അപ്പൊ എന്താവും, അതിന്റെ എക്സൈറ്റ്മെന്റ് എത്തുന്നതിന്റെ മുമ്പ് തന്നെ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന് ആമയും മുയലും മത്സ്യം വെച്ചു. ഞാൻ അതെപ്പോഴും ഒരു കഥ പോലെ, ഒരു മെറ്റഫോറിക്കലായിട്ട് പറയാറുണ്ട്. ആമ എന്ന് പറഞ്ഞാൽ ന്യൂറോ ടിപ്പിക്കലാണ്, സാധാരണ മനുഷ്യൻ. എന്താണ് പറഞ്ഞ പണി എടുത്ത് ഇങ്ങനെ പോവുക. ഇതിൽ മുയൽ എന്ന് പറഞ്ഞാൽ ന്യൂറോ ഡൈവേർജന്റ് ആണ്, അല്ലെങ്കിൽ ADHD ആണെന്ന് പറയാം. അപ്പൊ ഫാസ്റ്റ് ബ്രെയിൻ ആണ്, എന്താ ഫെറാറി ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബ്രെയിൻ ആണ്. എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് ആ സമയത്ത് നന്നായിട്ട് കിട്ടും, അതുപോലെ ഓടാനും പറ്റും. പക്ഷെ മുയലിന് മനസ്സിലായി ഞാൻ ജയിക്കുന്നു. അപ്പൊ ജയിക്കുന്നു മനസ്സിലാവുന്നതോട് കൂടി അതിന്റെ എന്താ പറയാ, ക്ലൈമാക്സ് ഒക്കെ കിട്ടി, ത്രില്ല് കിട്ടി. അപ്പൊ മുയലിന് തോന്നി ഞാൻ എന്തായാലും ജയിക്കുമല്ലോ, ഇനിയിപ്പോ അതിൽ എന്താ ഉള്ളത്, അപ്പൊ അതിലൊന്നുമില്ല, ബോറടിക്ക്. അപ്പൊ ബോറടിച്ചപ്പോ അവിടെ പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഇനി എന്തായാലും ഞാൻ ജയിച്ചു എന്നുള്ള, അപ്പൊ അവിടെ തോൽക്കാണ്. അപ്പൊ പലപ്പോഴും പറയാറുണ്ട്, ഒരു വലിയ ഗ്രാൻഡ് ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് കഴിഞ്ഞു. ഷാദി എന്ന് പറഞ്ഞിട്ടൊരു ഒരു പേഴ്സൺ നമ്മളടുത്ത് ഇന്ററാക്ട് ചെയ്യാൻ അതുപോലെ വന്ന സമയത്ത് ആൾ പറഞ്ഞു, ഇതുപോലെ ഒരു മെറ്റഫറാണ്. സിംഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ജിറാഫിനെ തള്ളിയിടും ഇര പിടിക്കാൻ വേണ്ടിയിട്ട്. തള്ളിയിട്ട് കഴിഞ്ഞിട്ട് അതിനെ പിടിക്കുമ്പോഴാണ് അതിന് എല്ലാ എക്സൈറ്റ്മെന്റും ഉണ്ടാവും. അതിന് ബാക്കിൽ ഓടി അതിനെ മറിച്ചിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇനി തിന്നാൻ നേരത്ത് സിംഹത്തിന് മടിയാവും. അതായത് അത് കഴിഞ്ഞല്ല, അതിന്റെ എല്ലാ എന്താ പറയാ എക്സൈറ്റിംഗ് പാർട്ടും കഴിഞ്ഞു. അവിടെ അതുപോലെയാണ് ADHD എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. ഇതിൽ കുറെ ന്യൂറോ സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്. ഡോപ്പാമിൻ്റെത് മാത്രമല്ല, എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഏറ്റവും ഫ്രണ്ടൽ ലോബിലാണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, പ്ലാനിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്. ഈ ഏരിയാസിലൊക്കെ ഡിസ്ഫങ്ഷൻ. വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നൗവില് എനിക്ക് ചില കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നിടത്ത് എന്ത് ചെയ്യും, ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് വിചാരിച്ചത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊരു കൊട്ടയിൽ നിറച്ച് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരു കാര്യം തിരയാൻ കിട്ടൂലല്ലോ. അതുപോലെയാണ് നമ്മളെ മൈൻഡ് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ഏതാണോ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിന്റെ പ്രയോറിറ്റി പോയി പോകും.
നമ്മൾ പലപ്പോഴും ADHD പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ അതിൽ ഏറ്റവും റെലവെന്റ് ഉള്ളതല്ലാത്ത, തീരെ റെലവൻസ് ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ പറയും. അതെന്താണെന്ന് വെച്ചാൽ അത്രയും മൈൻഡ് പാക്ഡ് ആണ്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത, അപ്പൊ ചിലപ്പോൾ അത് വർക്കാവും, ക്ലിക്കാവും. അത് ഒരു ലക്ക് പോലെ അൺസർട്ടനിറ്റിന്റെ കൂടെ പോകുന്ന ആൾക്കാരാണ് ADHD. അൺസർട്ടനിറ്റി ഉറ്റ സുഹൃത്താണ്. അത് കറക്റ്റാ. അത് ഞാൻ ഫസ്റ്റ് ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബിടെക് കഴിഞ്ഞു എന്ന് വെച്ചാൽ ബിടെക്കിന്റെ ടൈം കഴിഞ്ഞു, ഇനിയിപ്പോൾ സപ്ലൈ ഉണ്ട്, ബട്ട് സ്റ്റിൽ ജോലിക്ക് തപ്പുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന ഇന്നൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്തു, ഇതായിരിക്കും ബെറ്റർ, ഇത് പഠിച്ചു എന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ അതാണ് എടുക്കുന്നത്. ആൻഡ് ദാറ്റ് വാസ് എ ഗുഡ് ഡെസിഷൻ എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും. അത് കഴിഞ്ഞ് ഒരു ചെറിയ കമ്പനി കയറി, അവിടെ കുറച്ച് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ല, ഒരു ജൂനിയർ ഡെവലപ്പർ, മീൻസ് ഫ്രഷറായിട്ട് കയറുന്ന എന്നെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തൊരു ചെറിയ കമ്പനിയായിരുന്നു. സോ 6 മാസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറേണ്ടി വന്നു, വേറൊരു കമ്പനി കയറി. ആൻഡ് അപ്പോൾ ചെറിയൊരു 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പുതിയൊരു കമ്പനി, അതും നമ്മൾ ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഡ്രീമാണ് ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടുക എന്നൊക്കെ പറയും. അപ്പോൾ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടുന്നു. അവിടെ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഫുൾ എനർജിയാണ്. ഓക്കെ, എനിക്ക് ഇവിടെ ചിലതൊക്കെ പ്രൂവ് ചെയ്യാനുണ്ട്, എനിക്ക് കുറേ പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ സ്ഥലങ്ങളിൽ എത്താനുണ്ട്. ആ ഒരു ഫസ്റ്റ് ടൈമിലുള്ള ആ ഒരു എനർജിയിൽ രാവും പകലും ഒന്നും നോക്കാനില്ല. നമുക്ക് വേറെയുള്ള കമ്മിറ്റ്മെന്റ്സും കാര്യങ്ങളും ഒന്നുമില്ല, അവൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ലൈക്ക് ബാച്ചിലറാണ്, ഫാമിലി പ്രശ്നങ്ങളില്ല, ജോലി, പിന്നെ അവിടെ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും റൗട്ടിങ് ഉണ്ടെങ്കിൽ അത് അത്രയേ ഉള്ളൂ, വേറെ ചിന്തകളൊന്നുമില്ല. അപ്പോൾ ഫുൾ എഫേർട്ട് എടുത്തൊരു 1 ഇയർ 2 ഇയർ കഴിഞ്ഞപ്പം നമ്മൾക്ക് ചില എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിലും മേലെയുള്ള സ്റ്റേജിലേക്ക് എത്തണം. അങ്ങനെയൊക്കെ നല്ല പ്ലാനിൽ നിൽക്കുന്ന നമുക്ക് ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കുറച്ചും കൂടെ ഒക്കെ കമ്പനിയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പ്രോജക്റ്റൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ ഓക്കെ, നമ്മൾ ഒന്നുകൂടെ മെച്ചപ്പെടും. ലൈക്ക് ടെക്നിക്കലി നമുക്ക് നല്ല നോളജ് ഉണ്ടാവും. പല പ്രോജക്ട്സിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പ്രോജക്ട് നോളജ് വരും, ടെക്നിക്കൽ എല്ലാ സാധനങ്ങളും വരും എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നല്ല കമ്പനി, ഇപ്പോഴും റണ്ണിങ് ആയിട്ടുള്ള ഒരു കമ്പനി. ഞാൻ 2017 15 കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്, 17 അവിടെ നിന്ന് ഇറങ്ങുന്നത്. പെട്ടെന്നൊരു സമയത്ത് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. ചെറിയൊരു വിഷയമുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ അത് സോൾവ് ചെയ്ത് സിമ്പിളായിട്ട് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആളുകൾ ചെയ്യുന്നത് വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യും, നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഓഫർ കയ്യിലുണ്ടെങ്കിലാണ് റിസൈൻ ചെയ്യാം. ഞാൻ ഈ പ്രശ്നം വന്നു, അത് ജസ്റ്റ് സോൾവ് ചെയ്യാൻ നോക്കി, നടക്കില്ല. പിന്നെ എല്ലാം കൂടെ പോയി ജസ്റ്റ് ഇമ്മീഡിയറ്റ്ലി റിസൈൻ ചെയ്ത് നോർമലി നമ്മുടെ നോട്ടീസ് പീരീഡ് 3 months ഉണ്ടാവും, 90 days ആണ് പറയും. ബട്ട് ആവശ്യമെങ്കിൽ നേരത്തെ വിടും, അത് അവർ ഡിസൈഡ് ചെയ്യുന്നതാണ്. നേരത്തെ പോകാൻ പറഞ്ഞാൽ നേരത്തെ പോയാൽ ഐ വാസ് ജോബ്ലെസ് ഓൾ ഓഫ് എ സഡൻ. ഇനി എന്താ ചെയ്യാന്നുള്ളത്, ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് അവിടെ നിന്ന് അങ്ങോട്ടാണ് ആലോചിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇനി പുതിയ കമ്പനിയിലോട്ട് മാറാനുണ്ട്. ഇപ്പം ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ കുറേ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. ഓഫ് കോഴ്സ് വീട്ടിലെ മൂത്ത ആളാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഞാൻ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത ഡെസിഷനാണ്, പക്ഷെ എടുത്തങ്ങ് ചാടി. ഇനി അവിടെ വെള്ളത്തിൽ ഇരുന്നിട്ടാണ് ആലോചിക്കുന്നത്, ഇനിയിപ്പോൾ അടുത്ത ബോട്ട് എപ്പോഴാണ് വരിക എന്നിരുന്ന് ആലോചിക്കുന്നത്. അത് കറക്റ്റാണ്, എനിക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു അൺസർട്ടനിറ്റി, പലപ്പോഴും ലേറ്റ് ആവുന്ന ഒരു ടെൻഡൻസിയും അതുപോലെ സാധനങ്ങൾ കാണാതായി പോകുന്ന ടെൻഡൻസിയും ഒക്കെ ഞാൻ മനസ്സിലാക്കിയൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. എന്താന്ന് വെച്ചാൽ കാം ആൻഡ് റിലാക്സ്ഡ് മോഡില് ന്യൂറോ ടിപ്പിക്കൽ സാധാരണക്കാർക്ക് അങ്ങനെയാണ്, സമാധാനമാണ് വേണ്ടത്. പക്ഷെ ന്യൂറോ ഡൈവേർജൻസിന് സമാധാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറുള്ള ഒരു സാധനം. സമാധാനമായിട്ട് എല്ലാം സ്മൂത്തായിട്ട് കൃത്യം സാലറി വരുന്നു, ജോലി കറക്റ്റ് പോകുന്നു, അങ്ങനെ വരുമ്പോൾ എന്തോ പ്രശ്നമുണ്ട്, എന്തോ തകരാറുണ്ട് തോന്നും. അപ്പോൾ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് അബോധ തലത്തിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇൻവൈറ്റ് ചെയ്യും, ഒരു പ്രോബ്ലം ഇൻവൈറ്റ് ചെയ്യും. പ്രശ്നത്തെ നമ്മൾ വേലിമ കിടക്കുന്ന പാമ്പിനെ എടുക്കുന്ന അതേപോലെ എന്തെങ്കിലും ഒരു വള്ളി നമ്മൾ എടുത്തിട്ട് എന്നിട്ട് നമ്മൾ അതിൽ ഡോപ്പാമിൻ കണ്ടെത്തും. ഡോപ്പാമിൻ എങ്ങനെ കണ്ടെത്തുന്നത്? ചിലപ്പോൾ ഒരു സാധനം കാണാനില്ല, നമ്മൾ ഒരുപാട് തിരയുമ്പോൾ അത് കിട്ടുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റിനാണ് നമ്മൾ തിരയുന്നത്, അറിയാതെ. ഇത് അൺകോൺഷ്യസ് ആയി സംഭവിക്കും. അങ്ങനെ കുറേ അത് തിരഞ്ഞ് കുറേ അവിടെ ഒക്കെ നടന്ന് കിട്ടുമ്പോൾ ഒരു സന്തോഷം, അവിടെ കുറച്ച് ഡോപ്പാമിൻ കിക്ക് കിട്ടും. നമ്മളറിയാതെ നമ്മൾ അവിടെ എന്താ പറയാ ഡിസ്റ്റർബ്ഡ് ആയിട്ട് റിലാക്സ്ഡ് ആവാൻ, അതായത് റിലാക്സ്ഡ് ഇൻ ദ സെൻസ് ഡോപ്പാമിൻ ഹണ്ട് ചെയ്യുന്നു അവിടെ. നിങ്ങൾ ഇങ്ങനെ ഒരു സംഗതി ഫെമിലിയർ ആയിട്ട് ചിലപ്പോൾ പല സ്ഥലത്തും കേൾക്കും. ADHD ഒരു ഹണ്ടറാണ്. പഴയ കാലത്ത് ഈ വേട്ട ചെയ്യുന്ന ആൾക്കാരുടെ അതേ ബ്രെയിൻ
മെക്കാനിസം ആണ് ADHD ഉണ്ടാകുക. പെട്ടെന്ന് പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യും, കാര്യങ്ങൾ വേഗം തിരിയും. പലരും പറയാറുണ്ട് ബുദ്ധി കുറച്ച് കൂടുതലായിരിക്കും, സ്മാർട്ടായിരിക്കും. അതേസമയം ചില സമയത്ത് വളരെ സിമ്പിളായ ഒരു സാധനം, ഒരു നമ്മളെ ഡ്രസ്സ് എവിടെ വെച്ചെന്നുള്ളത് തിരഞ്ഞാൽ കാണില്ല. അതുപോലെ ഏറ്റവും സിമ്പിളായിട്ട് ആൾക്കാർ ചെയ്യുന്ന സിമ്പിളായ കാര്യങ്ങൾക്കൊന്നും ആ ബുദ്ധി വർക്കാവില്ല. അപ്പോൾ ഒരുപാട് കേൾക്കേണ്ടി വരും, എന്താണ് നിനക്ക് പറ്റിയത്, എന്താ. ഇപ്പം ഈ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഈ ഒരു കണ്ടീഷൻ കാരണം ഞാൻ ഫെയിലായിപ്പോയ സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ട്, ലൈക്ക് നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്ന, എന്നാൽ എൻ്റെ ഈ കണ്ടീഷൻ കാരണം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഓവറായിട്ട് അവരെ സ്ട്രെസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു റിലേഷനിൽ ചെറിയൊരു പ്രശ്നം വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു ഐ എം ഡയഗ്നോസ്ഡ് വിത്ത് ADHD. അങ്ങനെ പറഞ്ഞ സമയത്ത് കിട്ടിയ റെസ്പോൺസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കും, ADHD എന്ന് പറഞ്ഞാൽ എന്താ. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുന്ന പോലത്തെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. ചില സമയത്ത് നമുക്ക് ലൈക്ക് സൂപ്പർമാൻ കപ്പാസിറ്റീസ് ആണ്, ചില സമയത്ത് പിന്നെ അതിൻ്റെ ഒരു തോലിട്ട് മാത്രമേ നിന്ന പോലെ മാത്രമേ ജസ്റ്റ് അതിൻ്റെ ഒരു ഡ്രസ്സ് ഇട്ടൊന്നും മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, പാരലൈസ്ഡ് ആയിട്ട് പോലെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ അടുത്ത് പറയുന്നത് എന്നാൽ പിന്നെ എപ്പോഴും അങ്ങനെ സൂപ്പർമാൻ ആയാൽ പോരെ എന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ച ആൾക്കാരും ഉണ്ട് ഇതില്. അപ്പം അങ്ങനെയുള്ള റെസ്പോൺസസിനോട് എന്താ പറയാ, കുറെ റെസ്പോൺസസ് ഉണ്ടായി നമുക്ക് പറയാം. വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന അപ്രീഷിയേഷൻസ് ഉണ്ടാവും. ഓ എങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊക്കെയുള്ള അപ്രീഷിയേഷൻ. ഇപ്പൊ പറഞ്ഞ പോലെ സൂപ്പർമാൻ. പക്ഷെ ഈ നിൽക്കുന്ന ആൾക്കറിയില്ല എപ്പോഴാണ് ഞാൻ സൂപ്പർമാൻ ആവണമെന്നുള്ളത്. ഈ ADHD അറിയില്ല ഞാൻ എപ്പോഴാവുന്നത്. അതൊരു ഗിഫ്റ്റ് പോലെ, മഴ പെയ്യുന്ന പോലെ വളരെ അൺസർട്ടൈൻ ആയിട്ട് അത് കിട്ടുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ അത് കിട്ടുന്നുമില്ല. അതിൻ്റെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടല്ലോ, അതിൻ്റെതായ ഒരു സ്ട്രഗിൾ ഈസ് വെരി ഹൈ. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളിങ്ങനെ പശുവിനെ തളിക്കുമ്പോൾ പറയില്ലേ, നമ്മൾ വലിക്കുന്നിടത്ത് പോയില്ലെങ്കിൽ പശു പോകുന്നിടത്ത് നമ്മൾ തളിക്കാം. അതേപോലെ നമ്മൾ വിചാരിക്കുന്നിടത്ത് നമ്മൾക്ക് ഈ കപ്പാസിറ്റി കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ആയിരിക്കും പോവുക. അപ്പോൾ കാത്തിരിക്കും. ചില സമയത്ത് നമുക്ക് എഴുതാൻ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഒരുപാട് മ്യൂസീഷ്യൻസ് ഒക്കെ ADHD സയൻറ്റിസ്റ്റ്, കാരണം അവർ കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കും. അപ്പം അവർക്കിത് കാത്തിരുന്ന് ഒരു കാര്യം ചെയ്യാനിരിക്കുമ്പോൾ അത് കിട്ടില്ല. അപ്പോൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആവും. ഈ സെൽഫ് ഡൗട്ട് ഭയങ്കര കൂടുതലായിരിക്കും, ഞാൻ ശരിക്കും എനിക്ക് ആ കഴിവില്ലേ. അപ്പം ഇത് തിരിച്ചറിയുന്നത് ചില സമയത്ത് അത് ഗിഫ്റ്റ് പോലെ അങ്ങ് കിട്ടും. കുറേ ആളുകൾ, കമലാസുരി അങ്ങനത്തെ കുറേ ആളുകളൊക്കെ പറയും രാത്രി കുറേ ലേറ്റ് ആയിട്ട് ആ ഒരു പ്രത്യേക ടൈമിൽ ഇങ്ങനെ ഇറങ്ങി വരാന്നറിയില്ല, അവർ എഴുത്തിൻ്റെതായ കാര്യങ്ങൾ ഇറങ്ങി അങ്ങനെ അവർക്ക് വന്ന് കിട്ടുകയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ പ്രൊഡക്റ്റ് വരുമ്പോൾ ഇപ്പോൾ ജാനിഷ് പറഞ്ഞ പോലെ അപ്രീഷിയേഷൻ കിട്ടും, ഭയങ്കര ഉഷാറാണല്ലോ എന്നുള്ള. അതേ ആൾക്ക് ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. ഒരു അങ്ങനെ ഹീറോ സിനിമകളിലൊക്കെ ചില സമയത്ത് അവരുടെ വീക്ക്നെസ് കാണിക്കും. അപ്പോൾ ഈ അടുത്ത് റിലീസ് ചെയ്ത ലോക എന്ന് പറഞ്ഞ ഫിലിമുണ്ട്, അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവര് ADHD ആണ്, ADHD ഡയഗ്നോസ്ഡ്. അപ്പൊ അവര് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ADHD പാറ്റേൺ റെക്കഗ്നീഷൻ ഭയങ്കരമായിട്ട് കൂടുതൽ. അപ്പൊ അതിലെ ഹീറോ, ലോക ഫിലിമിലെ ഹീറോയിൻ ആണല്ലോ. അപ്പൊ ഹീറോയിന് ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതിൽ കാണിക്കുന്നത്, അതാണ് അതിൻ്റെ ഒരു ഇത്. ഇതുപോലെ തന്നെ വീക്ക്നെസ് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യൂല പൊതുവെ, അല്ലെ. വീക്ക്നെസ്സുകൾ ആളുകൾ പറയും അത് മാറ്റിക്കൂടെ, എന്തിനാ ഇങ്ങനെ, ഇത്രയും സ്മാർട്ടായിട്ടുള്ള ആളല്ലേ, അല്ലെങ്കിൽ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നാക്കി ചെറിയ കാര്യം ചെയ്യാൻ പറ്റുന്നില്ലേ ചോദിക്കും. അപ്പൊ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെറിയ കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്തിട്ടാണെന്ന് അവർ മനസ്സിലാക്കും. അല്ലെങ്കിൽ അത് ഫുൾ പാക്കഡ് ആയിട്ട് അങ്ങനെ കിട്ടൂല. ഈ ഒരു വിധം ഞാൻ മറ്റ് ഡിസോർഡറിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യത, അവർക്ക് അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായ വേറൊരു ഏരിയ ഉണ്ട്. അതപ്പോൾ നമ്മൾ ട്രാൻസ് ഡയഗ്നോസ്റ്റിക് ആവുന്നത്. നമ്മളിങ്ങനെ വെറുതെ പേരിട്ട് ADHD എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ചെയ്യല്ല. അതുപോലെ തന്നെ അവരെ നോർമലാക്കാൻ, എല്ലാവരും പോലെ ആക്കാൻ. എല്ലാവരും പോലെ എന്ന് പറയുന്നത് ഒരു മിത്താണ്, മിത്ത് ഓഫ് നോർമൽ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ മറ്റേ. ആ മിത്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എല്ലാവരും പോലെ നോർമൽ ആവുന്ന ആള് വളരെ മെഷീനായിരിക്കും, മെക്കാനിസ്റ്റിക് ആയിരിക്കും, ഓരോ ഒരു ഓൺ കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പൊ ഇത് ശരിക്ക് തിരിച്ചറിഞ്ഞ ഒരാൾക്ക്, അധികം ADHD ഹൈ